നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ബാഡ് ഗേളിനെ കൊണ്ട് ബിഗ് ഫ്രണ്ടിന് കല്യാണം കഴിപ്പിക്കോ സത്യമ്മ? ഇല്ല, അത് ബാഡ് ഗേൾ ആണെന്ന് നീ പറഞ്ഞാ സത്യമ്മ വിശ്വസിക്കോ? അതറിയാൻ പാടില്ല. എന്നാ ഇവര് കള്ളു കുടിക്കുന്ന വീഡിയോ കാട്ടിക്കൊടുത്താ വിശ്വസിക്കില്ലേ? വിശ്വസിക്കും. അതാ പറഞ്ഞൊരു വീഡിയോ എടുക്കാന്ന്. ഹായ് മധുശ്രീ. ഹായ് സുസ്മിത. എന്താടി ഇത്? ഇപ്പൊ നീ പകലും തുടങ്ങിയോ? പകലങ്ങനെ പതിവുള്ളതല്ലടി, ബട്ട് ദിസ് ഈസ് എ സ്പെഷ്യൽ ഡേ. വണ്ടി നടത്തിയെന്നാ തോന്നുന്നേ. ഇറങ്ങി നോക്കിയാലോ? സ്പെഷ്യൽ ഡേയോ? ഇന്ന് നിന്റെ ബർത്ത്ഡേയാ? ഒരു വിധത്തിൽ ബർത്ത്ഡേ എന്നൊക്കെ പറയാം. നീ ഇരിക്കും. എന്റെ പൊന്നു മോളെ, നിനക്കെപ്പോഴും കള്ളു കുടിക്കാൻ ഓരോ ന്യായങ്ങളുണ്ടല്ലോ. കള്ളല്ലേ അത്? അല്ലടി, ബ്രാൻഡി. പെണ്ണുങ്ങൾ കള്ളു കുടിക്കോ? കുടിക്കുമായിരിക്കും. നിനക്കേതായാലും അപ്പനും അമ്മ അറിഞ്ഞിട്ട പേരാ മധുശ്രീ. മധു എന്ന് പറഞ്ഞ കള്ളല്ലേ? നോനോ, മധു എന്ന് പറഞ്ഞ തേൻ. എടി, പിന്നെ മധുപാനം എന്ന് പുരാണങ്ങളിലൊക്കെ പറയുന്നത്? പുരാണങ്ങളിൽ പറയും. ദേവന്മാര് കള്ളു കുടിച്ച് പൂസായി കിടന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മധുപാനം ചെയ്ത് മധുന്മത്തരായി എന്ന് പറയും. ഇവിടെ പാവപ്പെട്ടവൻ കുടിച്ച കള്ളു കുടിച്ച് വീരായിന്ന് പറയും. ദാറ്റ്സ് ദ ഡിഫറൻസ്. തോറ്റേ, നിന്നെ പറഞ്ഞു തോൽപ്പിക്കാനൊന്നും സുസ്മിത വളർന്നിട്ടില്ല. നിന്റെ സിവിൽ സർവീസ് ബുദ്ധിയൊന്നും ഇവിടെ ആർക്കും ഇല്ല. സിവിൽ സർവീസ് ബുദ്ധിയോ? സിവിൽ സർവീസ് എഴുതിയെന്നല്ലേ നീ പറഞ്ഞേ? നിന്നോടാര് പറഞ്ഞത്? ആക്ച്വലി ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. നൈറ്റ് പാർട്ടീസിലൊക്കെ കുടിച്ച് കുന്തം മറിഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയായേ എനിക്ക് നിന്നെപ്പറ്റി തോന്നിയിട്ടുള്ളൂ. പപ്പി, നമുക്കിത് വീഡിയോ എടുക്കാം. അയ്യോ, അതെന്തിനാ? അതൊരു ബാഡ് ഗേളല്ലേ? അതെ. ഒരു ബാഡ് ഗേളിനെ കൊണ്ട് ബിഗ് ഫ്രണ്ടിന് കല്യാണം കഴിപ്പിക്കോ സത്യമ്മ? ഇല്ല, അത് ബാഡ് ഗേൾ ആണെന്ന് നീ പറഞ്ഞാ സത്യമ്മ വിശ്വസിക്കോ? അതറിയാൻ പാടില്ല. എന്നാ ഇവര് കള്ളു കുടിക്കുന്ന വീഡിയോ കാട്ടിക്കൊടുത്താ വിശ്വസിക്കില്ലേ? വിശ്വസിക്കും. അതാ പറഞ്ഞൊരു വീഡിയോ എടുക്കാന്ന്. പിന്നെ ഈ മധുശ്രീ തരപ്പടിക്ക് ചേർന്ന ഒരാളാണെന്ന് നിനക്ക് എപ്പോഴാ തോന്നിയത്? പറഞ്ഞില്ലേ, നീ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുത്ത ആളാണെന്ന് കേട്ടപ്പോ എനിക്കൊരു ബഹുമാനം തോന്നി. അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരാളല്ലല്ലോന്ന്. എന്താടി ചിരിച്ചു കളഞ്ഞത്? അതത്ര നിസ്സാര കാര്യമാണോ? അതിനെന്താ, നീ ഇപ്പൊ മേയറല്ലേ? മേയർ? അതിന് വീശിയ കാശെത്രയെന്ന് എനിക്കേ അറിയൂ. കാലം ഇത്രയായിട്ടും അതിന്റെ 4 പോലും തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതുപോലെയാണോ സിവിൽ സർവീസ്? നിനക്കൊരെണ്ണം ഒഴിക്കട്ടെ? അയ്യോ, ഈ നേരത്തോ? എടി, ഞാനൊരു മേയറാ. നീ ഇപ്പോ പറഞ്ഞു വന്നതിന്റെ എല്ലാ ഉത്തരവും നിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. അടുത്തതായി നീ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താന്ന് ഞാൻ പറയട്ടെ. സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വരെ പോയിട്ട് അത് വിട്ടുകളഞ്ഞത് എന്തിനാണെന്ന്. സിമ്പിൾ. മേയർ എന്നോ കളക്ടർ എന്നോ ഉള്ള മേൽക്കുപ്പായമൊന്നും എനിക്കില്ല. എനിക്കിപ്പോ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് കഞ്ചാവോ കള്ളോ അടിക്കാം. I am a free bird. You know, I am an Indian citizen. ജനാധിപത്യത്തിൽ രാജാവിനേക്കാൾ അധികാരം പ്രജകൾക്കാടി. ഓ,
കള്ളുടിക്കാൻ വേണ്ടി കളക്ടർ ഉദ്യോഗം മാറ്റിവെച്ച ആദ്യ വനിതയപ്പം നീയായിരിക്കും. കള്ളുടിക്കാൻ വേണ്ടിട്ടല്ല. ദാറ്റ്സ് എ സ്റ്റോറി. അത് വേറൊരു കഥയാ. 6 വർഷമായി എന്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന മുറിവിന്റെ കഥ. എന്റെ ജീവിതം തട്ടിത്തൂവി പോയതിന്റെ കഥ. നൈറ്റ് പാർട്ടീസിലൊക്കെ കുടിച്ച് കുന്തം മറിഞ്ഞ് ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു മധുശ്രീയല്ലേ നീ കണ്ടിട്ടുള്ളൂ? ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടി. എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയതാ. ആര്? ദൈവവും വിധിയൊന്നുമല്ല, ഒരാൾ. കേട്ടിട്ടൊരു തേപ്പ് കഥയുടെ ലക്ഷണമുണ്ടല്ലോ. പറ, ആരാ ആള്? മലയാളിയോ അതോ മറുനാട്ടുകാരനോ? പ്രണയവും പുല്ലൊന്നും അല്ലടി. അതാ പറഞ്ഞത്, ഇത് കഥ വേറെയാന്ന്. എന്തായാലും പറ, കേൾക്കട്ടെ. ഓ, ഒരു മൂടിലടി. അത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ആ, നീ എന്തിനാ വന്നത്? അത് പറഞ്ഞില്ലല്ലോ. എടി, നിന്റെ പെണ്ണാണല്ലോ നാളെയാ. ഓ, പെണ്ണ് കാണല് ഓർമ്മയുണ്ട്. എന്നിട്ടാണോ നീ രാവിലെ മുതൽ അടിച്ച് ഫിറ്റായത്? പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഇതുവഴി ഇറങ്ങി ഓടണോ? എടി, കുറച്ചൊന്ന് നന്നായിക്കൂടെ? ആ, അതിപ്പോ നാളെ രാവിലെ നന്നായ പോരെ. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഇന്നലെ തന്നെ നന്നാവാം. അതല്ലെങ്കിൽ 1 വർഷം. നീ എന്താ എന്നെ കളിയാക്കാണോ? എടി, ബുദ്ധവിഹാരത്തിൽ നിന്നൊന്നും അല്ലല്ലോ നീ എന്നെ കണ്ടെത്തിയത്. സോ കോൾഡ് സദാചാരവാദികൾക്ക് തീരെ ദഹിക്കാത്ത ന്യൂജൻ പാർട്ടീസിൽ നിന്നല്ലേ. എന്നേക്കാൾ സമ്പത്തും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ കുത്തി മറിയുന്നുണ്ട് അവിടെ. എന്നിട്ടും നറുക്ക് എനിക്ക് തന്നെ വീഴാനുള്ള കാരണം എന്താ? നീ തന്നെ പറയേ. നിനക്ക് പറയാൻ ഒരുപക്ഷെ മടിയുണ്ടാവും. എന്നാ ഞാൻ തന്നെ പറയാം. എല്ലാവരിലും വെച്ച് ഞാനൊരു പിഴ, ഏറ്റവും ബെസ്റ്റ് പിഴ. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് സുസ്മിത. എനിക്കിതിൽ എന്താ മെച്ചം? കല്യാണം വീട്ടുകാർ കുറച്ചു നാളായി നിർബന്ധിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു മാരണം ജീവിതത്തിലെ വേണ്ടാന്ന് വെച്ചോളാം ഞാൻ. പക്ഷേ നീ വന്ന് അപേക്ഷിച്ചപ്പോ എനിക്കതിൽ ചെറിയൊരു ത്രില്ല് തോന്നി. നിന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടിയല്ലേ? നിന്റെ ഏതോ ഒരു ശത്രുവിന്റെ ജീവിതം കുളം തോണ്ടാൻ. എന്തായാലും ഞാനൊരുത്തനെ കെട്ടിയ അവന്റെ ജീവിതം കട്ടപ്പുകയാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.